ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പേരിയാണ്. ഞാനിവിടെ പപ്പായ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ തോരൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഹാഫ് പോർഷൻ മാത്രം മതി നമുക്ക് ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതാ തൊലിയൊക്കെ ചെത്തിയിട്ട് പപ്പായ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് വൻപയറാണ്. വൻപയർ ഞാനിവിടെ കുതിർത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. കുതിർത്തി എടുത്തിട്ടുള്ള ഈ വൻപയറും പപ്പായയും വെച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ വൻപയറൊന്ന് വേവിച്ചിട്ടെടുക്കാം. വൻപയർ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ കുക്കറിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ ഇത് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പപ്പായ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പപ്പായയും വൻപയറും വെച്ചിട്ടാണ് നമ്മളിവിടെ തോരൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ പപ്പായയുടെ ഹാഫ് പോർഷൻസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്വല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പപ്പായ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മുടെ പപ്പായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമുക്ക് വെള്ളം ചേർക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് ടീസ്പൂൺ കടുക് കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പപ്പായയിൽ നന്നായിട്ട് ജലാംശം ഉള്ളതുകൊണ്ട് നമുക്കിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ വൻപയർ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഞാനിവിടെ 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്വല്പം ജീരകം, നല്ല ജീരകമാണ്, അതൊരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ വൻപയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. വൻപയറിൽ ഗ്രേവിയും ഉണ്ട്. അപ്പോൾ ഗ്രേവി നമുക്ക് ഇതിൽ തന്നെ വെക്കാവുന്നതാണ്. നമുക്കത് തോരനിലേക്ക് ചേർക്കാവുന്നതാണ്, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രേവിയും ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് പപ്പായ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് പപ്പായയും വൻപയറൊക്കെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതും ഇതിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായയും വൻപയറും വെച്ചിട്ടുള്ള തോരനാണ്. നല്ല രുചിയാണ് കേട്ടോ ഈ വൻപയർ പപ്പായ തോരന്. നമ്മളിതിൽ തേങ്ങയുടെയൊക്കെ കൂട്ടുകൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ തോരന്. പപ്പായയും വൻപയറൊക്കെ കയ്യിലുള്ളപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതിനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.